കൂട്ടുകാരെ, അങ്ങനെ ഇന്നലെ രാത്രിയിൽ ഞാൻ എറണാകുളം അമൃത ഹോസ്പിറ്റലിലെത്തി. ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞത്. എൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 8 മാസമായിട്ടുണ്ട്. അന്നേരം നമുക്ക് മന്ത്ലി ചെക്കപ്പും കാര്യങ്ങളും എല്ലാ മാസവും നമുക്കുണ്ട്. ഞാനിപ്പോൾ വന്നതും ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരുപാട് ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷവും ഉണ്ട്. ബ്ലഡ് ടെസ്റ്റ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ രാവിലത്തെ ആ മെഡിസിനും ഒഴിവാക്കും. രാവിലെ ഒരുപാട് മെഡിസിൻ ഉണ്ട് കേട്ടോ, നമുക്ക് ഭക്ഷണത്തിന് മുമ്പ്. അതുപോലെ തന്നെ ഷാർപ്പ് ടൈമിൽ കഴിക്കേണ്ട മെഡിസിൻ ഉണ്ട്, 8 മണിക്ക് 9 മണിക്ക്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് കഴിക്കേണ്ട മെഡിസിൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് മെഡിസിൻ ഉണ്ട് കേട്ടോ. രാവിലെ മാത്രമല്ല, ഉച്ചയ്ക്കുണ്ട്, രാത്രിയിലുണ്ട്. രാവിലത്തെ എങ്ങനെയാണോ അതേ സെയിം ആണ് രാത്രിയിലും ഉള്ളത്. അങ്ങനെ റൂമിൽ നിന്നും നെഫ്രോളജി സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ബ്ലഡ് മാത്രമല്ല യൂറിനുണ്ട്. അങ്ങനെ രാവിലെ തന്നെ കുത്തൊക്കെ കൊണ്ടു. ഇപ്പം കുത്തൊന്നും വലിയ സീനൊന്നുമില്ല കേട്ടോ. ഇപ്പം ഇഷ്ടം പോലെ കുത്തുകൊണ്ട് ഇപ്പം മരവിച്ച് കിടക്കണം, അടുത്ത് കിടക്കണം. അതുകൊണ്ട് ഇപ്പോൾ അതൊരു വിഷയമേ ഇല്ല. അങ്ങനെ ബ്ലഡ് കൊടുത്ത് ഇനിയിപ്പോൾ റിസൾട്ട് കിട്ടാനൊക്കെ ഉണ്ട്, കുറച്ച് ലേറ്റാവും. അതുകൊണ്ട് നേരെ റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നു. അന്നേരം രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ ബ്ലഡൊക്കെ കൊടുത്തു കുറച്ചേറെ ബ്ലഡൊക്കെ എടുത്ത് കേട്ടോ. ഇന്നിപ്പോൾ ഒരുപാട് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് ഡോക്ടർമാരെ കാണാനുണ്ട്. നെഫ്രോളജി ഉണ്ട്, യൂറോളജി ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഹെപ്പറ്റോളജി, പിന്നെ ഗ്യാസ്ട്രോ എൻട്രോളജി, അങ്ങനെ കുറച്ചേറെ ഡോക്ടർമാരെ കാണാനുണ്ട്. അപ്പം അതൊക്കെ കണ്ടിട്ട് ഇന്ന് പോകാൻ പറ്റുമെങ്കിൽ ഇന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകും. ഇല്ലെങ്കിൽ വീണ്ടും ദിവസങ്ങൾ നീളും. പിന്നെ അസുഖം വരാനൊക്കെ എളുപ്പമാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ട് നടക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. അപ്പം പരമാവധി ആർക്കും അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ, എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. പിന്നെ എല്ലായിടത്തും മഴയൊക്കെ മാറിയെന്ന് തോന്നില്ല, മഴയൊക്കെ മാറി നല്ല അടിപൊളി കാലാവസ്ഥയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ഓണം സീസൺ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കെന്തായാലും വലിയ ഓണമൊന്നുമില്ല കേട്ടോ. നോർമലിയുള്ള ദിവസത്തിൻ്റെ കൂട്ടൊക്കെ ഉള്ള ഓണമൊക്കെ ഉള്ളൂ. നമ്മൾ പണ്ടായിരുന്നു ഓണമൊക്കെ ആഘോഷിച്ചത്. ഇപ്പം പിന്നെ ഈ ഒരു സിറ്റുവേഷനൊക്കെയാണ്, അങ്ങനെ വലിയ ഓണാഘോഷമൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ? ഞാനപ്പം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഇനി അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാനും ഉച്ചയ്ക്കത്തെ കഴിക്കാനും കൂടെ പ്ലാനൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ പേരൊക്കെ വിളിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണാനുള്ള അപ്പോയിൻമെൻറ്റിനുള്ള ടൈമൊക്കെ അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ടു. റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കഴിഞ്ഞ മാസത്തിനെക്കാട്ടിൽ കഴിഞ്ഞ വീക്ക് വന്നപ്പോഴത്തേനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. കഴിഞ്ഞ വീക്ക് ഷുഗർ കൊളസ്ട്രോളൊക്കെ നല്ലവണ്ണം കൂടുതലായിരുന്നു. ഈ പ്രാവശ്യം ഷുഗറൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ കൊളസ്ട്രോളും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മഗ്നീഷ്യം അങ്ങോട്ട് കൂടുന്നില്ല, മഗ്നീഷ്യം കുറഞ്ഞു തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ട്രാക്ക് ലെവൽ ചെക്ക് ചെയ്തപ്പോഴാണെങ്കിൽ ഇപ്പം വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ വീക്കത്തിനെക്കാളൊക്കെ ഒത്തിരി ഒരു ഇമ്പ്രൂവ് വന്നിട്ടുണ്ട്. എന്നാലും ഒരു കറക്റ്റായിട്ടുള്ള ലെവലിൽ എത്തിയിട്ടില്ല ട്രാക്ക് ലെവൽ. ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട്, വലിയ കുഴപ്പമൊന്നുമല്ല, കുഴപ്പങ്ങളുണ്ട്, എന്നാലും ഒരു പറയത്തക്ക രീതിയിലുള്ള ഇതില്ലാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഹെപ്പറ്റോളജിയും അതുപോലെ തന്നെ ഗ്യാസ്ട്രോ എൻട്രോളജിയും പിന്നെ യൂറോളജിയും ഇപ്പം കാണണ്ട, ഇനിയിപ്പോൾ അടുത്ത വീക്ക് വരുമ്പോൾ അവരെല്ലാം ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ മഞ്ഞപ്പിത്തം എനിക്ക് വന്നതായിട്ട് എനിക്ക് ഒരറിവില്ല എൻ്റെ ജീവിതത്തിൽ ഇതുവരെ. പക്ഷേങ്കിൽ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് നമുക്ക് പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട് മഞ്ഞപ്പിത്തത്തിൻ്റെ ഇത്. അന്നേരം അന്നും തൊട്ട് ഇപ്പം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ 1 വർഷം കണ്ടിന്യൂസ് കഴിക്കണം എന്ന് പറയും. കാരണം കഴിച്ചില്ലെങ്കിൽ ഇത് എപ്പോഴാണ് പുറത്ത് വരുന്നതെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ മഞ്ഞപ്പിത്തം കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നമാണത്. അസുഖങ്ങൾ വരാനെ കൊണ്ട് എളുപ്പമാണ്. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ തന്നെ ഇപ്പോൾ ഏകദേശം 10-30 മെഡിസിനോളം ഇപ്പോൾ ഒരു ദിവസം കഴിക്കുന്നുണ്ട്. പിന്നെ മെഡിസിൻ കൂടുന്നതും കുറയുന്നതൊക്കെ ഓരോ വ്യക്തിയെ ആസ്പദമാക്കിയിരിക്കും. അവരുടെ ബ്ലഡ് ടെസ്റ്റ് അതിനനുസരിച്ചാണ് മെഡിസിൻ കൂടുന്നതും കുറയുന്നതും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ കുറവ്, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് മെഡിസിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതൊക്കെ. നമ്മൾ ഈ പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡുകൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുക. പിന്നെ ഷുഗർ പ്രഷറൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. എനിക്ക് BP കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2-3 മാസം കൂടുമ്പോഴെങ്കിലും പോയിട്ടൊന്ന് ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുക. ക്രിയാറ്റിനെ പറ്റി ആർക്കും വലിയ ധാരണയില്ല. നമ്മൾ കിഡ്നിയെ സംബന്ധിച്ച് ഒരു ബ്ലഡ് ടെസ്റ്റാണ്, അതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നുള്ളതായിരിക്കും. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ പറ്റും. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകത്തുള്ള അസുഖങ്ങൾ മൊത്തം നമ്മളെ തേടിയെത്തും. ഉദാഹരണത്തിന് പൊട്ടാസ്യം, സോഡിയം, യൂറിക് ആസിഡ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ. അങ്ങനെ അതുകൊണ്ട് ഞാൻ മെഡിസിനൊക്കെ മേടിച്ചു. ഇതിപ്പം ഭക്ഷണത്തെക്കാട്ടി കൂടുതൽ മെഡിസിനാണ് കേട്ടോ. 2 കവർ നിറച്ച് മെഡിസിനാണ്. എൻ്റെ ആഹാരമാണിത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമുക്ക്. പിന്നെ ഞാൻ ഇതുമായിട്ടൊക്കെ ഇങ്ങനെ അങ്ങ് പൊരുത്തപ്പെട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഹാപ്പി ആയിട്ട് അങ്ങ് പോവുക. വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ളൊരു മൈൻഡിലേക്ക് പോവുക. നമ്മൾ ഒരിക്കലും തളർന്നു കൊടുക്കില്ല, തോറ്റു കൊടുക്കരുത്. നമ്മൾ ധൈര്യമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവാം. ഇനിയിപ്പോൾ മറ്റു ഡോക്ടർമാരെ ഒന്നും കാണാത്തതുകൊണ്ട് നേരെ ഇനി വീട്ടിലോട്ടൊക്കെ പോവാണ്. അന്നേരം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.